പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ഈ കൂട്ടായ്മ ഓർത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനികപ്പേശുവിനെ കാണുവാനുള്ള ഒരു മുഖാന്തരമായി ഈ പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്വന്തം നാട് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് ചൂണ്ടൽ പഞ്ചായത്താണ്. ജനിച്ചു വളർന്നത് വടക്കുറിച്ചി ഗ്രാമത്തിൽ. നിങ്ങൾ അറിയുമെന്നറിയത്തില്ല, തിലക്കാട്ടുപുഴ എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. സഹോദരിയാണ്, ഏറ്റവും ഇളയ മകനാണ് ഞാൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനും എൻ്റെ സഹോദരി പേര് മാത്രമേ ഉള്ളൂ. മൂത്ത ജ്യേഷ്ഠനും ഈ ലോകത്ത് മാറ്റി 12ാമത്തെ ചുരുക്കയാണ്. യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ എൻ്റെ നാട്ടിൽ സന്ദർശിക്കുന്നത് മറ്റ് ആത്മീയ കൂട്ടായ്മകളൊന്നുമില്ല. പിന്നെയുള്ളത് പള്ളി മാത്രമാണ്. പള്ളിയിൽ പോകാൻ നിർബന്ധമൊന്നും വീട്ടിൽ നിന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ പോകാം, ബില്ലിന് പോകണ്ട, നമുക്കറിയാമോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ പെരുന്നാളിനൊന്ന് പോകും. പിന്നെ തിരിച്ചു വരും. എൻ്റെ ഇടവക ആരുക്കുട്ടി പള്ളിയാണ്, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയാണ് എൻ്റെ ഇടവക. എൻ്റെ പിതാവ് ഒരു ദരിദ്ര കുടുംബം എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ടൊരു ദൈവത്തെ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ ശരിക്കും പേര് പഠിച്ചത് പക്ഷേ ആ പേര് മാറ്റി. പിന്നെ നാട്ടിൽ കൊടുക്കുന്ന പേരാണ് കൊച്ചുണ്ണി. ആ പേരാണ് എല്ലാ രേഖകളിലാക്കിയത്. അതൊന്നും എൻ്റെ വിശദീകരണത്തിന് ഇപ്പോൾ സമയമെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആ വർഗീസിൻ്റെ പേര് മാറ്റിയതെന്ന് ചോദിച്ചാൽ ആ പേരിക്ക് പോലും ഉച്ചരിക്കാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ മടി തോന്നുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവങ്ങളൊന്നും വിശദീകരിക്കേണ്ടത്. എൻ്റെ പിതാവ് ഈ ലോകം മാറ്റപ്പെട്ടു. എനിക്ക് 12 വയസ്സായി. മാതാവ് ഞാൻ എൻ്റെ പെങ്ങൾ 2 സഹോദരന്മാർ തമിഴ്നാട്ടിൽ ജോലിക്കായി പട്ടിണി കൊടുത്തിട്ട് അവർ പോയി. 12ാമത്തെ വയസ്സിൽ എൻ്റെ പഠനം 8ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിക്കുക. 4ാമത്തെ വർഷം എന്നെ ജയിപ്പിച്ചില്ല. പഠിച്ചെങ്കിലും ജയിക്കും. 2ാം വർഷം ഒരു ദിവസം വീടിൻ്റെ നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ അടുക്കള എന്ന് പറയുന്നത് വിശാലമായ അടുക്കള എന്നുള്ളത്. അവിടെ ഇരുന്ന് ഭക്ഷണം പാവിച്ച് നമ്മുടെ അടുക്കൽ ചെന്ന് നമ്മൾ പറഞ്ഞു, പഠിക്കണമെങ്കിൽ ബുദ്ധി വേണം, പഠിക്കണമെങ്കിൽ കാശ് വേണം. ഇത് രണ്ടും നിനക്കില്ല, എന്നെ ഒരു പറ്റത്തുമില്ല. കാരണം അവർ ബുദ്ധിമുട്ടിലായിട്ടില്ല. അമ്മൊന്നും മരിച്ചു, അപ്പനും മരിച്ചു ഇല്ല. അവരും പെങ്ങളും അമ്മയും ജോലിക്ക് പോയിട്ടാണെങ്കിൽ ജ്യേഷ്ഠനാണെങ്കിൽ 2 ജ്യേഷ്ഠന്മാരാണെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ അവർ ജീവിക്കുന്നതിനും ഇങ്ങോട്ട് നന്മ വരാൻ അവർ ലോകത്തില്ല. നിങ്ങൾ ചിന്തിച്ചു, ഇങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് സ്വപ്നം പഠിക്കാൻ ദേശം മടികളുടെ കൂട്ടത്തിൽ അപ്പോൾ ചാൻസ് കിട്ടി. സ്തോത്രം പഠിക്കുന്നില്ല. ഞാൻ പലർക്കും പറയാറുണ്ട്, 8ാം ക്ലാസ് 2 കൊല്ലം പഠിച്ചുകൊണ്ട് 8 10ആണ്. ഞാൻ 10ലെത്തി. അങ്ങനെ പഠിക്കാനായിട്ട് പഠിപ്പ് നിർത്തിയിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകണമല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ തോമ്പ പണിക്ക് പോകുന്ന കേസവൻ എന്ന ഒരാൾ മരിച്ചു. ചായക്കടി ചെയ്തിരിക്കുമ്പോൾ ഇന്നൊന്നും അങ്ങനെ ആൾക്കാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു പണി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ പോലെ അദ്ദേഹമായിട്ട് പണിക്ക് പോയി. തുമ്പപ്പണിയാണ്. 12 വയസ്സ് പ്രായവും. അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് അവർ ചെയ്യുന്ന ഓർക്കുന്നില്ല. എനിക്ക് അതിൻ്റെ സൈഡിൽ തുടി ചെത്തുക, എനിക്ക് ചെറിയ ചെറിയ ജോലികൾ കിട്ടി. പക്ഷേ സന്ധ്യ ആകുമ്പോഴേക്കും എൻ്റെ ശരീരം ഭയങ്കര വേദന, കയ്യൊക്കെ പോകില്ല, വെള്ളം. അപ്പോൾ ഭയങ്കര വേദന, ശരീരത്തിൽ ഭയങ്കര വേദന. അപ്പോൾ ഈ കേശവൻ എന്നാണ് പറഞ്ഞത്, ഇത് മാറാൻ ഒരു മരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചാൽ മതി. അങ്ങനെ മരുന്ന് കുടിക്കാൻ പോയില്ല. ആ മരുന്ന് ചാരായമാണെന്ന് എനിക്കറിയില്ല. സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങി. മരുന്ന് കുടിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു മണക്കം വരുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു കഷായം കുടിച്ചതാണ്. അതെനിക്കറിയത്തുള്ളൂ. എന്നുവെച്ചാൽ പുറത്തോട്ട് ഇറങ്ങി അപ്പം ഞാൻ സ്വാതന്ത്ര്യം നിന്നിട്ടില്ല. കൂട്ടുകാരില്ല, സ്നേഹിതന്മാരില്ല. ആരും അടച്ചിട്ട് റൂമിൽ തന്നെ ഇരിക്കുന്നവരെ അനുഭവമാണ്. അപ്പം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ അന്ന് അത് കഴിച്ച് എനിക്ക് സുഖം തോന്നി. അമ്മ പറഞ്ഞു, ഇനി ആ കഷായം കുടിക്കുന്നു കേട്ടോ, അത് നശിപ്പിക്കുന്നതിനൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം സമയമായപ്പോൾ ഈ കഷായത്തിൻ്റെ പണി കഴിയുമ്പോൾ കേശവൻ പറഞ്ഞു, കഷായം കുടിക്കാൻ പറ്റില്ല, ഞാനുണ്ടാവും. 2-3 വയസ്സിൽ ദൈവം എന്നെ കൊണ്ടുകൊണ്ട് വന്നു. പിന്നെ സ്വയമായി പോകുന്നത് സ്തോത്രം. അപ്പോൾ എൻ്റെ ആസക്തി അത്ര വലുതാണ്. അങ്ങനെ മദ്യപാനത്തിൽ പിന്നെ എന്നെ പിന്മാറ്റാൻ കഴിയാത്തതായ ഒരു സാഹചര്യം ഞാൻ അതിലിടയ്ക്ക് വിടുകയാണ്. പിന്നെ നടന്ന സംഭവം സ്വീകരിക്കുന്നില്ല. 24 വയസ്സെത്തിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠ വിവാഹം കഴിച്ചു. എൻ്റെ അടുത്ത ജ്യേഷ്ഠ വിവാഹം കഴിച്ചു. അമ്മയാണെങ്കിൽ എൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് വീട്ടിൽ വരുന്നു. പല രാത്രിയിൽ വീട്ടിലെത്താറില്ല. അവിടെ ഒരു പാറയുണ്ട്, അവിടെ കിടന്നു. എന്നെ വലിയ കാര്യമാണെങ്കിലും പക്ഷേ എനിക്കായി കഴിഞ്ഞാൽ ആരെങ്കിലും ഇരിക്കാനാണ്. ജ്യേഷ്ഠന് കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹമായിരുന്നു. അമ്മ മദ്യപാനിയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിലും മദ്യപാനൊക്കെ നിർത്താൻ കഴിയുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ സ്വയമായിട്ട് വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ജ്യേഷ്ഠ അമ്മ പറഞ്ഞു, നിന്നെ എല്ലാം കഴിപ്പിക്കില്ല, കാരണം നിന്നെ എങ്ങനെ പുലർത്താം,
പാവപ്പെട്ട കുച്ചിനോട് കൊണ്ടുവന്ന് അതിനൊരു ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അന്ന് ഞാൻ ചെയ്യാത്ത വർക്കൊന്നുമില്ല. എക്സൈസ് ബോർഡിലെ കൂലിപ്പണിക്ക് പോകും, എല്ലാ വർക്കും ചെയ്യും. സന്ധ്യാകുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടണേ, ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാ വർക്കും പോകും, പിന്നെ വർക്കൊന്നുമില്ല, പക്ഷെ വീട്ടിലോട്ട് കിട്ടാറില്ല. അങ്ങനെ 1984 ഞാൻ തന്നെ കണ്ടെത്തിയ, തെറ്റിദ്ധരിക്കരുത്, ഞാൻ തന്നെ പെണ്ണിന് കണ്ടെത്തി. എൻ്റെ പെണ്ണ് കാണാൻ പോകാനുണ്ടായത് എൻ്റെ വർക്ക് ചെയ്യുന്നതിന് മാനേജർ, അയൽ വീട്ടിലെ ശമ്പളക്കാരൻ, വേറെ ആരും കൂടെ പോരാനില്ല. കാരണം അവർക്കൊന്നും മുന്നേറില്ല, അവർ കുറ്റമൊക്കെ കാര്യമില്ല, കാരണം ഞാൻ രൂപത്തിലായല്ലോ. അങ്ങനെ എൻ്റെ സന്തുഷ്ടപ്രകാരം ഇനി ഒരു കാര്യം പറയാം, അതുപോലെ ചിരിക്കാൻ പറയുന്നുണ്ട്. എൻ്റെ അമ്മാനച്ചനും ഞാൻ ഒരുമിച്ച് കുടിച്ചാലാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അമ്മാനച്ചൻ ഞാൻ ഹിസ്റ്ററി കൊണ്ട് ചോദിക്കാറുണ്ട്. അമ്മാനച്ചൻ വിചാരിച്ചു, പക്ഷേ ഞാൻ കൂടിക്കാൻ വർക്ക് ചെയ്യുന്ന അമ്മാനച്ചൻ അറിയത്തില്ല. അങ്ങനെ മരത്തോടെ അടുത്ത് വെള്ളിത്തിരുത്ത് സ്ഥലത്താണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു ശരിയാവും. ഞങ്ങളുടെ 3 മാസം ഇവിടുത്തെ മാനസാന്തരം 3 മാസം നോക്കി ഞാൻ നാട്ടിൽ പറയും. അതിന് 3 മാസം ഉണ്ടായുള്ളൂ. എൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വീണ്ടും മദ്യപാനം. ആ മദ്യപാനം വല്ലാത്ത മദ്യപാനമായിരുന്നു. കിട്ടാവുന്ന തൊഴിലൊക്കെ ഭാര്യ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും അവളോട് ഞാൻ പറയാറുണ്ട്, ക്ഷമിക്കണം കേട്ടോ, ആ മനസ്സിൽ നാട്ടിൽ പോലെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അന്നൊക്കെ ഞാൻ ചെയ്തു പോയ പ്രവൃത്തി ഒരു കാര്യം കൂടെ പറയും, എഴുതാനും വായിക്കാൻ അറിയില്ല, അത് ഗുണമായി. എപ്പോഴും പറയാം, തക്കതായ ഗുണമിട്ടെന്ന് എനിക്കത് കിട്ടിയത്. എന്ത് കാരണം അറിയോ? എഴുത്തും വായന ഉണ്ടെങ്കിൽ അന്ന് ക്ലാസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷൻ ഞാൻ ജയിലിൽ നിൽക്കേണ്ടി വന്നില്ല. ഇതിനകത്തോട് കൊടുക്കാൻ പറ്റില്ല. അത് തക്കതായ ഗുണം. എനിക്ക് പറയുന്നത് എനിക്ക് തക്കതായ ഗുണം ഞാൻ പറയാം. അങ്ങനെ വീട്ടിൽ പദാർത്ഥ ബുദ്ധിമുട്ടായി, അമ്മയുടെ പ്രൊഫഷണൽ ബന്ധത്തിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം ഉണ്ടായി. പാർട്ടീഷൻ കഴിഞ്ഞു. പാർട്ടീഷൻ കഴിയുമ്പോൾ എനിക്ക് വീട് തരണമെന്നാണ് അപ്പൻ പറഞ്ഞത്, പക്ഷെ അത് കിട്ടിയില്ല. ജ്യേഷ്ഠന്മാരൊക്കെ വീതിച്ചു. എനിക്കൊരു 4 സെൻറ്റ് ഭൂമി 892 രൂപ വീടിൻ്റെ അവകാശം നിന്നും എന്നെ അവിടെ മാറ്റി. ഈ ചുരുക്കി പറയട്ടെ, ഷെഡ് കെട്ടി താമസം ആരംഭിച്ചു. അവിടെ ഈ അധ്വാനത്തിന് മാറ്റം ഉണ്ടായില്ല. അവസാനം കാശിലാവുന്നപ്പോൾ ഇന്ന സ്ഥലത്തിന് നല്ല വിലയുണ്ട്. അന്ന് ഷാപ്പിൽ വെച്ച്, അപ്പോൾ കുട്ടിയുടെ അവസ്ഥ നോക്കണം, ഷാപ്പിൽ വെച്ച് ഒരു 5000 രൂപ സ്ഥലം വെച്ചു. അത് വിറ്റ് കുടിച്ചിട്ട് ഭാര്യ വീട്ടിൽ പോയി. അവിടെ 1.5 കൊല്ലം അവർ സഹിച്ച് ആ ഒരു വരുമാനമേ ഉള്ളൂ. 2 ഒരു മോളേ ഉള്ളൂ. ഒരുപോലെ വളർത്തിയ നമ്മുടെ വീട്ടിലാണ്. പക്ഷേ അവർക്ക് വളരെ വേദനിച്ചിട്ടുണ്ട്. 1.5 വർഷം അവരുടെ ഷെഡിൽ ഞാൻ താമസിച്ചു. അവരും സ്ഥലം വിട്ടിട്ട് എനിക്കില്ലാണ് കഴിച്ചത്. അപ്പോൾ അവരുടെ ഷെഡിൽ ഞാൻ താമസിച്ചു. 1.5 വർഷം പറഞ്ഞു ഒന്നും അറിഞ്ഞ് കിട്ടുകയാണെങ്കിൽ കൊണ്ടായിരുന്നു. അവർക്ക് തരുന്നതിന് അതിന് മുമ്പ് എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ജീവിതം വളരെ മടുത്തു. എന്തിനാ ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ച് സന്ധ്യ ചെറിയ വിഷയം വീട്ടിലുണ്ടായിരുന്നു. തുണിച്ചാണ് കയറും, 4 കുമ്പത്ത് കയറും. പക്ഷേ ഈ കുരുക്ക് ഇവിടെ വീണില്ല. കുരുക്ക് വീഴുന്നതിൻ്റെ ഇളപ്പം വന്നിട്ട് ഷർട്ടേ പിടിച്ച് വിളിച്ചു. അയലപ്പന് ജീവിച്ചിരിക്കുന്നില്ല, ഞാനും ശ്വാസം കിട്ടുന്നു. അന്ന് മരിച്ചില്ല. അത് 1ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. അന്ന് തൊട്ട് തന്നെ ആത്മഹത്യ പ്രവണത കൊണ്ടു നാട്ടിൽ കുടിക്കാൻ പറ്റും. നീ മരിക്കാൻ പോയതെന്നൊക്കെ പറയാമെങ്കിൽ അതൊക്കെ ഇട്ട് ഭാര്യയ്ക്ക് തോന്നും. ഭാര്യയ്ക്ക് വന്നപ്പോൾ ഉള്ളവരെ അവർക്കും ഒരു നമ്മൾക്ക് വഹിക്കേണ്ട സാധനം പരിധി ഉണ്ടല്ലോ. അവർ കൂലിപ്പണിക്കാരൻ, ഞാൻ അവരോട് കൂലിക്ക് പണിക്ക് പോകും. ഭാര്യയ്ക്ക് തന്നെ വീടി കറക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്യും. എനിക്ക് അണ്ടർസ്റ്റാൻഡ്. സന്ധ്യ സമയത്തെ നമ്മുടെ ജനചര്യ ഒന്നും മുടങ്ങാതെ നടക്കാറുണ്ട്. പറയാനുള്ള മദ്യപാനം അത് മനസ്സിൽ ഞാൻ പോയിട്ട് കുടിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ലൊരു സോഷ്യൽ കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. ഇടയ്ക്ക് കുഴപ്പമുണ്ടാകും. ഒരു ദിവസം പറഞ്ഞു ഒന്ന് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഒരിക്കൽ ചിന്തിച്ചു, ചെറുപ്പമാണ്, മക്കളായിട്ടില്ല, 19 വയസ്സാണ് കല്യാണം കഴിച്ച്, എനിക്ക് 22 വയസ്സാണ്. അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഉണ്ടാകും. അപ്പം ഞാനങ്ങ് മാറിക്കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിച്ച് അവിടെ നിന്ന് ജീവിച്ചോക്കെ വിചാരിച്ച് ഞാൻ ഈ എക്സിറ്റ് ബോർഡിൽ വർക്കിന് പോയത്, കൂലിക്ക് അവിടെ കോൺട്രാക്ട് വർക്കിന് പോയി. അപ്പോൾ അതിൻ്റെ എവിടെ ചാവാൻ നന്നായിട്ട് അറിയാം. അങ്ങനെ ഇപ്പോൾ മരത്തോടെ APC ഓട് നിൽക്കുന്നതിന് മുന്നേ ട്രാൻസ്ഫോമർ ഉണ്ടായി. അന്ന് ഓളോട് ആരാധന കളിയൊക്കെ വ്യക്തിയാണോ. അപ്പോൾ അവിടെ അവസാനിപ്പിക്കാൻ വിചാരിച്ച് ഞാൻ മദ്യപിച്ചു. സുഹൃത്താരായാലും ആത്മഹത്യ കൊടുത്തു. അവിടെ ചെന്ന് കയറാൻ നോക്കി, കാല് തെന്നി വീണു. നേരെ കൊടുക്കുമ്പോൾ അവിടെ കിടന്നു. 2ാമത്തെ ആത്മഹത്യം പരാജയപ്പെട്ടു. നേരെ കൊടുത്തപ്പോൾ എഴുന്നേറ്റ് വിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയപ്പെടുകയുള്ളൂ, ദൈവം ഒരു വ്യക്തിയെ കണ്ടാൽ ആ ദൈവത്തിൻ്റെ പദ്ധതി നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ജീവിതാനുഭവമാണ്. ദൈവം നമ്മളെ കണ്ടുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചിരിക്കും. 2ാമത്തെ ആത്മഹത്യ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നാളുകൊണ്ട് അവിടെ ചെയ്തു. 2ാമത്തെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു കാര്യം ഭാര്യ പറഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോൾ ചന്ദ്രത്തിൽ നേരെ കൊടുത്തിട്ട് വരുന്നത്, നേരെ കൊടുത്തിട്ട് വരുമ്പോൾ പലവായതുകൊണ്ട് എവിടെ പോയെന്ന് ചോദിക്കാറില്ല. പക്ഷെ അന്ന് വരുമ്പോണ്ടായ കാര്യം ശരീരം മുഖത്തൊക്കെ ഭയങ്കര ഒരു വാടൊക്കെ വരുന്നത്. ചില ഛർദ്ദിച്ച് അവിടെ കിടന്നിട്ട് എന്തൊക്കെ നടക്കുന്ന ആൾക്കറിയാം. പക്ഷേ മുഖം കഴിഞ്ഞു വന്നു. എവിടെ പോയിരുന്നേ അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. സ്വൽപ്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ 2 അടിയന്മാർ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എന്നും കൂടി അവർക്ക് പോകണം. ഒരു സൂണ് കഴിക്കാൻ നേരത്ത് ഭാര്യ അപ്പൻ പറഞ്ഞു,
ഒന്ന് ഒഴിഞ്ഞു തരുമെന്ന് നിങ്ങളൊന്ന് ഓർത്തിട്ട്. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ചോദ്യമായി. ഭാര്യയോട് പറഞ്ഞു, നീ നിങ്ങൾ ജീവിക്കില്ല, നീ തയ്യാറാണ് ഓർഡർ രണ്ടുപേരും തീരുമാനിച്ചു. പിറ്റേ ദിവസം പറഞ്ഞു, എനിക്കൊരു ചെറിയ ജോലി അന്ന് അടുത്തുകൊണ്ട് എവരുടെയും ഇല്ലെന്ന് പറഞ്ഞു. ചാക്കോച്ചെന്ന് പറഞ്ഞു 15 രൂപ കൂടി കിട്ടും. അവിടെ ജോലി ഉണ്ടായിരുന്നു. ഞാനന്ന് ചാർജിൽ പറഞ്ഞു, നാളെ ഞാൻ കാലത്തിന് എത്തില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ അമ്മയുടെ അഞ്ഞൂരാണ് അവിടെ പോകുന്നത്. ഞാൻ എൻ്റെ ഭാര്യ മേഴ്സിനകത്ത് അവിടെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഞാൻ വിഷം പിടിച്ച് വരാം, നമുക്ക് രണ്ടുപേരും വരില്ല. വീടില്ല, എല്ലാവരും ഇറക്കി ആവശ്യമില്ല, ഞാൻ ആർക്കും ജീവിക്കുന്നത് ശരി നാവും സന്തോഷിച്ചു. നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. ഞാനന്ന് വലിയ ജോലി കഴിച്ച് പോകുമ്പോൾ അവിടെ വിഷയങ്ങളൊക്കെ കൈവച്ചു. നാളെ ഞാൻ ഇത് കാണത്തില്ല, പക്ഷേ ഇന്നത്തോടൊപ്പം ഉൾപ്പെടെ പോകാൻ വെച്ചു. നിങ്ങളുടെ രണ്ടുപേരും ശരീരം ബോഡി ഒരേ കുഴി കടക്കണം, അതൊക്കെ നിങ്ങളുടെ കാശില്ല, സൗച്ച് മേടിച്ച് തരണം. അന്നത്തെ പൈസ മേടിച്ച് ഞാൻ ബസ് കയറി ഇങ്ങോട്ട് ടൗണിച്ച് നാഷണൽ സ്റ്റോഴ്സ് എന്നൊരു കടയുണ്ട്. ഇപ്പോൾ അത് വടക്കഞ്ഞ റൂട്ടില്ല, പക്ഷെ അതെനിക്കൊരു മുഖാന്തരല്ല. അത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് സുവിശേഷം പറയാൻ എൻ്റെ ഈ ആത്മഹത്യ ജീവിത ചരിത്രം പറഞ്ഞ സുവിശേഷം പറയുക എൻ്റെ പെങ്ങൾക്കാണെങ്കിൽ സ്വന്തം കൃഷിയുണ്ട്. അപ്പോൾ കൃഷിക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു കീടനാശിനിയാണ് ഇടയ്ക്കിടയ്ക്ക് അത് മേടിക്കാറില്ല, പെങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 50 മതിയല്ലോ, രണ്ടാളൊക്കെ മുഖത്തൊന്നും വേണ്ടല്ലോ. ഞാൻ പ്രിയമുള്ളവരെ മേടിക്കാൻ വേണ്ടി എക്ലൈസിൻ്റെ ബോട്ട് എടുത്ത് വെച്ചതിന് ശേഷം പോക്കറ്റ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം, കാശ് വേണ്ട. എവിടെ പോകുന്നു ആകെ കാണിച്ച് 16 റുപ്യയുള്ളൂ. അത് 13.55 ഒരു നോർമലാണ് ഒന്നും കിടക്കുന്നില്ല. അപ്പം ഞാൻ ഈ വനമിച്ചുകാരനാണ് ഇതിൻ്റെ സെയിലറായിട്ടിരിക്കുന്നത്. ചേട്ടാ ഞാൻ നാളെ കാശ് തരാം, ഇത് വേഷ നാളെ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിനൊരാളെ കുറിച്ച് പദ്ധതിയുണ്ട്, ദൈവം നടത്തി. അങ്ങനെ ഞാൻ അന്ന് വേറെ എന്തെങ്കിലും യാതൊരു സിനിമ ചാടിയില്ല, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോകും. ഭാര്യയെല്ലാം തയ്യാറാണ്, നമ്മുടെ കൊച്ചനെ എനിക്ക് ജോലിയുണ്ടോ ഹോസ്പിറ്റലിൽ. നീന്ന് പറഞ്ഞു വെച്ചാൽ വൈകിട്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട്. സിനിമയ്ക്കല്ല പോകുന്നത്, നിൽക്കാൻ വേണ്ടി പോവുക. മരിക്കാനെന്ന് പറഞ്ഞൊരു ഇവിടത്തിൽ സിനിമയ്ക്ക് പോകുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഉടനെ നിരാശനായിട്ടില്ല. ചെല്ലുമ്പോൾ ചോദിച്ചു, ശരിയല്ല ചോദിച്ചു, ഇന്ന് വേണ്ട നാളെ വേണം. കാരണം കയ്യിൽ കാശില്ല, വിഷമില്ല, എന്ത് ചെയ്യാൻ. വേറെ എന്തെങ്കിലും ബാധിക്കും, ബുദ്ധി വരുന്നില്ല, വേറെ എന്തെങ്കിലും ചെയ്ത പോലെ അത് തോന്നുന്നില്ല. ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ മരിക്കാനെങ്കിൽ ദൈവം അനുവദിക്കുമ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ദൈവമുണ്ടോ ഈ ചോദ്യമായി. പിറ്റേ കാലത്ത് ഞാൻ നിധില്ല. പ്രിയമുള്ളവരെ, എൻ്റെ കയ്യിൽ ഒരു പൈസ ഒന്നുമില്ല, ഒരു ഷർട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, ജോലിക്ക് വരണം, പുറത്തു പോകണം. തിരിച്ചു വരുമ്പോൾ ഒരു പിതാവ് സ്ഥാനത്ത് നേരിട്ട് ചാവച്ചൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് വൻപിച്ചു വീഴുന്ന സ്വർഗീയത്തിൻ്റെ പാസ്റ്ററാണ് പോകുന്നത്. അദ്ദേഹം ഞാൻ ഇങ്ങനെ അവസ്ഥ രാത്രിയുള്ളവർ ഇങ്ങനെ അറിഞ്ഞു. അച്ഛനോട് വീട്ടിലോട്ട് പോയിരിക്കുകയാണ്, നമുക്ക് ഏതൊക്കെ സ്ഥലമില്ല. പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം അവിടെ മറ്റൊരു മിച്ചൂരി സ്ഥലത്ത് ഒരു റൂം കണ്ടെത്തിയിട്ട് എന്നെ അവിടെ താമസിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഒരു ചാവച്ചേട്ട എൻ്റെ 10 പൈസയില്ല ചാലും കുട്ടിക്കാലും കലകളൊന്നുമില്ല, അവർ വീട്ടിൽ കാശാക്കി കുടിച്ചു. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ഒരു കാശം തന്നില്ല, അത് വീട്ടിൽ കുടിച്ചു. അതുകൊണ്ട് ഒക്കെ എഴുന്നേറ്റവർ വന്ന് എനിക്ക് തന്നു. എല്ലാം ക്രമീകരിച്ച് അവിടെ താമസമൊക്കെ ചെയ്ത് ചുരുക്കി എൻ്റെ ഇടയ്ക്ക് നടന്നതൊന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ CC ബോബോസ്റ്റൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും പരിചയം കൊണ്ട് പോകും. ഒരു കർത്താവിൻ്റെ പേരെക്കുറിച്ച് ശക്തമായി പറയും. ഈ സമയത്ത് മരത്തോട് സഭയുടെ സ്പെഷ്യലാണ് CC ബോബോസ്റ്റൻ. അവർ താമസിക്കുന്നത് മരത്തോട് മെയിൻ റോഡ് തന്നെയാണ്, ഒരു വാടകയ്ക്ക് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ കാര്യം ചാക്കോച്ചനെ പറഞ്ഞൊന്നും അറിയത്തില്ല. അദ്ദേഹം കൊച്ചുമായിട്ട് ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ ചെന്നു. ഒരു വാടകയ്ക്ക് 100 രൂപ വാടക കൊടുത്തില്ല. അതിനിടയ്ക്ക് വിശ്വാസത്തിൻ്റെ വീട്ടിലേക്ക് താമസിച്ചിട്ടുണ്ട്. സ്വപ്നം കഴിയുമ്പോൾ അവരുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളുടെ കൊടുക്കിട്ട് വന്നു. പക്ഷേ ഒരു സഹോദരിയെ സ്നേഹിച്ചു, പ്രേമ എന്നുള്ള സഹോദരി. ഞാൻ പിന്നീട് പറയാം, സമയത്തിൻ്റെ വലിയ പിന്നീട് പറയാം. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഈ മധ്യമാനുള്ള 5 മണിക്ക് 6 മണിക്ക് ജോലി കഴിഞ്ഞാൽ കുടിച്ചോണ്ട് ചെല്ലത്തുള്ളൂ. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ആരും എൻ്റെ വീട്ടിലോട്ട് വരണം. എൻ്റെ ആങ്ങളമാരെ അപ്പനമ്മ പറയും, അങ്ങനെ അറിഞ്ഞാൽ ഞാൻ എനിക്ക് ഒന്ന് പറയും. കാരണം അതുപോലെ ആർക്കുമില്ല. പിന്നെ അവരുടെ ആരുമായിട്ടൊരു ബന്ധങ്ങളൊന്നുമില്ല. ജ്യേഷ്ഠമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അടിച്ച് ജ്യേഷ്ഠത്തിൽ വല്ലാത്ത രൂപത്തിലാക്കി. പിന്നീട് പൊട്ടി ക്ഷമ പറഞ്ഞില്ല. താനും എനിക്ക് വേണ്ടി അതിന് സ്ഥാനപ്പെടുന്ന ക്ഷമ പറഞ്ഞു. എൻ്റെ ബോർഡ് എല്ലായിടയ്ക്കൊക്കെ കൂടിയാണ്. അങ്ങനെ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ഈ ജോലി കഴിഞ്ഞ സമയത്ത് ഈ ബാബാസ്വനെ കുറിച്ച് കൊച്ചിന് എന്നെ അവിടെ നിന്നതാണ്. എന്തിനാ വർഷം ഈ ബൈബിൾ നിങ്ങൾക്ക് തരാൻ ദൈവാത്മ എനിക്ക് വായിക്കുന്നു. പുതിയ ബൈബിൾ, ആ ചുവന്ന ബൈബിൾ അന്ന് 25 രൂപയിൽ വരികയാണ്. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ ആരുടെ ബൈബിൾ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് തുറന്നു വെക്കേണ്ട പരിപാടി കൂടി ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കണക്കില്ല 50 പറ്റ കിട്ടുമ്പോൾ ആർക്കെങ്കിലും കൊടുത്ത ആകാശം ചെയ്യാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കയ്യിൽ കൊടുത്തു. പാസ്റ്റർ ഒന്നൊരു ബൈബിൾ തന്നിട്ടുണ്ട്. അത് വായിച്ചോന്ന് പറഞ്ഞു. വായിക്കാൻ എനിക്കുള്ള പാസ്റ്ററുടെ പരിപാടി കയ്യിൽ അല്ലെങ്കിൽ തുറന്നു എന്നെ കിട്ടത്തില്ല.
പക്ഷെ ഇതൊരു കാര്യം നടന്നില്ല. ഈ കൊച്ചമ്മ മേഴ്സുമായിട്ട് പ്രാർത്ഥന വരുമായിരുന്നു. ഞാൻ വരുന്നേക്ക് മുന്നേ പ്രാർത്ഥന കഴിഞ്ഞ് കൊച്ചമ്മ വീട്ടിൽ പോയി. ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ചർച്ചിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ 12:30 ഊണ് കഴിക്കാൻ വരുന്നു. അപ്പോൾ 10 മണി തൊട്ട് 12 മണി വരെ കൊച്ചമ്മ മേഴ്സിന് കൂടി ഹോളിൽ പ്രാർത്ഥന. 12 മണി വീട്ടിൽ. ആഴ്ചയിൽ എനിക്ക് കാശ് തരണം, കറക്റ്റ് പൈസയാണ്. വീട്ടിൽ ഒരാഴ്ചയിൽ എത്ര വീട് എടുത്തിക്കറിയാം. അത് തികയാതെ വന്നു കൊച്ചമ്മ കഴിഞ്ഞിട്ട് പോകും. അങ്ങനത്തെ ഒരു പ്രാർത്ഥന നടക്കുമായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അന്ന് അറിഞ്ഞെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. ചുരുക്കി പറയാം, അവിടെ വെച്ച് 1990 സെപ്റ്റംബർ മാസം 1-ാം തീയതി രാത്രി 13-ാം തീയതി നടന്നു. മേഴ്സിൽ അപ്പൻ വീട്ടിൽ വരിക, ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അവിടെ എന്നോട് പറഞ്ഞില്ല. 14-ാം തീയതി അറിഞ്ഞപ്പോൾ അന്ന് രാത്രി ഞാനോട് കൂടി ചോദിച്ചതിനകത്ത് ഒരു ഇതൊക്കെ ഇഷ്ടംപോലെ വരെ നല്ല മണം പറ്റുവാനില്ല, നന്നായിട്ട് ബന്ധിപ്പിച്ചു. കാരണം ഇതിൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. പിന്നെ ഇറക്കി വിട്ടവർ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നത്. അങ്ങനെ ഒരു 11 മണി വരെ തല്ലിയപ്പോൾ ഞാനൊന്ന് ക്ഷീണിതനായി. ആര് പിടിക്കാനും തിരക്കാനും നല്ലൊരു വാടക കിട്ടിയില്ല. കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരി കാണുന്നില്ല. അതിലിടയ്ക്ക് പുള്ളിക്കാരത്തി ഓർമ്മ പഠിക്കുക കലക്കി കുടിച്ചെന്നാ പിന്നീട് എന്നോട് പറഞ്ഞു ചാവാൻ വേണ്ടി. അത് നടന്നില്ല. പിന്നീട് പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനും കലക്കി കുടിച്ചു, ശക്തിയില്ലാന്ന് വയറ്റ് നോക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത് കാണുന്നില്ല. ഈ ചാടിപ്പടിഞ്ഞ് കഴിഞ്ഞിട്ടുമ്പോൾ അവിടെ ഈ സൈഡ് കെട്ടാത്തൊരു കിണർ പോയി കുടിയേറി അതിൽ കാലിട്ടിരിക്കുക ചാടാൻ വേണ്ടി. അവിടെ തന്നെ മുൻകെട്ട് പിടിച്ച് വീണ്ടും അടിച്ചു അവിടെ കിടത്തി. പക്ഷേ അന്ന് രാത്രി ഞാൻ പറയാം ഒരു ഉപദേശം സുശേഷം പോയില്ല. കാരണം അതിനെ അനുവാദം കിട്ടിയിട്ടില്ല, കയറ്റത്തില്ല. പെങ്ങള് സുവിശേഷം പറയാൻ വേണ്ടി വന്നിട്ടില്ല, അയാൾക്ക് വിട്ടു പോകും എൻ്റെ വേണം. ഇന്ന് പെങ്ങൾ ഞാൻ ഒരുമിച്ചൊരു ചർച്ചയിൽ ആരാധിക്കുന്നു. അവർക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല പറയുന്നത്. എന്നോട് പ്രാർത്ഥന വിഷയം കേട്ടപ്പോൾ നമുക്ക് അസാധ്യമായിട്ട് പോകണം. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രാർത്ഥന ശക്തി എന്താണെന്ന് നമ്മൾ വേണ്ടും പോലെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ നമുക്കൊരിക്കലും ഭാരം ഉണ്ടാകത്തില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇടയ്ക്കൊരു ഒക്കെ പറഞ്ഞു പോയെന്നുള്ളൂ. സമയത്തിന് നിന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. 2 മിനിറ്റ് വൈകാനും കുഴപ്പമൊന്നും പക്ഷേ ഇതെവിടെ കൊണ്ടൊന്ന് എത്തിക്കണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെ ഈ സമയത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞത് ഈ പേടി വരുന്ന സമയത്ത് പിശാചം കൊണ്ടുവരുന്നത്. അപ്പോൾ ബൈബിളൊക്കെ തലയ്ക്ക് വെച്ച പിശാചം ചെയ്യും ഓടിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബൈബിൾ പാസ്റ്റാണ്, ബൈബിൾ എടുത്തിട്ട് തലയ്ക്കൊക്കെ പിടിച്ചു. അതും കയറി വരാനില്ല. അപ്പോൾ ഭയം, മനസ്സിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഉടൻ തന്നെ കറണ്ടില്ല, ഇത് കറണ്ട് വെളിച്ചത്തിൽ ഈ ബൈബിൾ ഞാൻ തുറന്നു. ഒരു യാക്കോബായക്കാരനായിരിക്കാൻ ബൈബിൾ തുറന്ന് ആദ്യം കിട്ടാൻ എനിക്ക് തുറന്നിട്ടില്ല. പടിയിൽ പോയിട്ട് പെണ്ണ് കെട്ടാൻ പോയപ്പോൾ കുടിച്ചിട്ടാണ് പോയി ഉപസാരിക്കാൻ. അച്ഛൻ അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് പരിപാടിച്ചിട്ട് പോയി. ബോധമുണ്ടായിട്ടൊന്നും ഉപസാരിച്ചു. പാവം എനിക്ക് വളർന്നിട്ടില്ല. സ്തോത്രം. കാരണം നമുക്കറിയാലോ കാര്യങ്ങളൊക്കെ. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയില്ല. അങ്ങനെ റോമാലേഖനം 10-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുകയല്ല, ഒരു വ്യക്തിയോട് സംസാരിക്കുക. അത് വളരെ വ്യക്തമായിട്ട് ഈ അരണ്ട വെളിച്ചത്തിൽ ആ 2 വാക്യങ്ങൾ ടോർച്ചടിച്ച് കാട്ടുന്നവരെയാണ്. നീ പാപിയായ മനുഷ്യൻ, നീ രക്ഷിക്കപ്പെടാൻ ഇതൊരു മാർഗമാണ്. അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞ പാപിയായ മനുഷ്യനാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യേശു എന്നെ രക്ഷിച്ചു എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളം. അതുകൊണ്ട് ജീവിതാനുഭവത്തിൽ കൂടെ രുചിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിനെ പിൻപറ്റി ജീവിതം മുഴുവൻ അവസാനിക്കുമ്പോൾ 65 വയസ്സായി. ഒരു ദിവസം പോലും വീട്ടിലിരിക്കുന്നില്ല. ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്നോട് വീട്ടിൽ മക്കൾ 2 പേരുണ്ട്. അപ്പോൾ അവർ റെസ്റ്റ് എടുക്കുക. കൊണ്ടേ റെസ്റ്റ് എടുക്കുക. ഇവിടെ എല്ലാം നിൽക്കുന്നില്ല. ഞാനിങ്ങനെ ആയതിൻ്റെ കർത്താവിനെ പിടിച്ചത് ആ സ്നേഹമാണ്. അതുകൊണ്ട് എൻ്റെ റെസ്റ്റ് നിൽക്കുന്നില്ല. ഓടി അവസാനിക്കുക. റോട്ടിൽ പ്രിയമുള്ളവരെ, അന്ന് ആ വാക്ക് വായിച്ച് ഈ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു വന്നു. യേശുവിനെ രക്ഷിക്കണേ ഒരു പാപി എത്രയും പറഞ്ഞുള്ളൂ. മദ്യപന സമയത്ത് പോകത്തില്ല, ഭാവിയുടെ പ്രാർത്ഥന ചെയ്യണം. പക്ഷെ എനിക്ക് സ്പെഷ്യലായിട്ട് കർത്താവ് കേട്ടുകൊണ്ട് നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവമുണ്ട്, സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമുണ്ട്, ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവമുണ്ട്. സ്തോത്രം. പിറ്റേ ദിവസം കാലത്ത് എൻ്റെ ഭാര്യയുടെ തൊഴിലെന്ന് അറിയാം. ഈ അടിക്കൊണ്ടാൽ എഴുന്നേറ്റ് കാലത്ത് കട്ടൻ ചായയിലെ കൊടുത്തു തരിക. എന്നിട്ട് ചായ കാലാടി ഇങ്ങനെ എടുത്ത് പറക്കും. അതുപോലെ ശരീരത്തിൽ മദ്യത്തിൻ്റെ അശക്തി കൂടി ഇപ്പോഴും ചില പറവില്ല. ആ പറവിരുന്ന് അതിനോടില്ല കേട്ടോ, ശരീരത്തിന് ക്ഷീണം കൊണ്ട് പറ്റില്ല. ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് മദ്യം വേണ്ട. വേണ്ട. എൻ്റെ വിറകളൊക്കെ നിന്നു. ഒരു കുഴപ്പമില്ല, വളരെ ഉന്മേഷവനായി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കത്തില്ല. നമുക്കറിയാലോ 3 മാസം ഉണ്ടാവും. അല്ല, മേഴ്സി ഞാൻ കുടിക്കത്തില്ല, ഞാൻ നിർത്തി. ബൈബിളൊന്ന് വായിക്കണം.
ആ ഞായറാഴ്ച, ഇത് നടന്നൊരു ബുധനാഴ്ച രാത്രിയാണ്. ആ ഞായറാഴ്ച അധികാരത്തിൽ എഴുതി കുളിച്ച് എനിക്ക് ഒരേ ഡ്രസ്സ് അതിട്ട് ആരും പോയി പാസ്റ്റർ തോന്നിക്കാം. ഞാൻ കയറി വരുന്ന കണ്ടപ്പോൾ പാസ്റ്റർ അങ്ങനെ കണ്ടപ്പോൾ കൊച്ചു ഇരിക്കുക. എന്താ കൊച്ചു നേടാ, എന്താ എന്നെ കൊച്ചു നേടാന്ന് കൊടുക്കുള്ളൂ. അവർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ യോഗത്തിന് വരിക. പാസ്റ്റർ അങ്ങനെ ഈ യോഗത്തിന് വരിക, അല്ലെങ്കിൽ യോഗത്തിന് വരിക. 10 മണിക്കാണ് യോഗം. പാസ്റ്റർ താമസിക്കുന്ന കുറച്ച് 1 കിലോമീറ്റർ ദൂരെ പോകാൻ ഹോളിലേക്ക് കൊണ്ട് താമസമായിട്ടില്ല. ഫസ്റ്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. പറഞ്ഞോളാം പറഞ്ഞു. കൊച്ചമ്മ ഈ ഇറച്ചി വെച്ച് എന്നെ വിളിക്കുക. അപ്പോൾ പാസ്റ്റർ സഹായിച്ചു കൊച്ചമ്മ പറഞ്ഞോ കൊച്ചിനെ കൊണ്ട് പൊക്കോ, ഞാനത് ചെയ്തിട്ട് വന്നോളാം. കാരണം അങ്ങനെയും എന്തൊക്കെ നടക്കട്ടെ ചില കൊച്ചമ്മയുടെ ഉള്ളിൽ ആഗ്രഹമായിരിക്കും. പോകുന്ന വഴിക്ക് പറഞ്ഞു പാസ്റ്റേ ഞാൻ വചനം കേൾക്കാൻ വേണ്ടി വരിക, ഞാൻ പെന്തക്കോസ്തുകാരനാവില്ല, ഞാൻ സ്നാനപ്പെടില്ല, ഇതൊന്നും എന്നോട് പറയുക, സാക്ഷ്യം പറയും. കാരണം അവരുടെ ഹോളിന് പെയിൻ്റ് അടിച്ച് ഞായറാഴ്ച ഞാനാണ്. അപ്പോൾ അവിടെ നടക്കുന്നതിനെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യമൊന്നും കാര്യം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ടൊക്കെ നന്നായിട്ട് പാടും, ഇടയ്ക്ക് നമ്മൾ തെറ്റിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് പോലെ മറ്റു പാട്ട് പാടുന്നത് ഞാനവിടെ ചോദിച്ചിട്ടുണ്ട്. പാസ്റ്റർ എന്നെ നേടാൻ വേണ്ടിയിട്ട് ആ ഹോളിൻ്റെ പെയിൻ്റ് അടിപ്പിച്ചത് അന്ന് ഞായറാഴ്ച ഇങ്ങനെയും ഞാൻ വചനം കേട്ട വേണ്ടിയായിരുന്നു. പാസ്റ്റർ ഒത്തിരി വിമർശനം കേട്ടു. ഇവിടെ ആരാധനക്കുമ്പോഴാണ് നമ്മുടെ കൊണ്ട് ഹോളിൽ പെയിൻ്റ് അടിപ്പിച്ചത്. പക്ഷെ കർത്താവിൻ്റെ അവസാനം ദർശനം ഉണ്ടായിരുന്നു. സ്തോത്രം. അതൊക്കെ കണ്ടുകൊണ്ട് ചെന്ന് പറഞ്ഞു ഇതൊന്നും എന്നെ കൊണ്ട് കിട്ടത്തില്ലെന്ന്. എൻ്റെ കൂടെ കർത്താവിൻ്റെ വരച്ച് നവംബർത്ത് സൂക്ഷിക്കുന്ന കോൾസലിൻ്റെ വ്യത്യാസം ഒരുമിച്ച സ്ഥാനത്ത് അദ്ദേഹത്തിനോടൊക്കെ ചെന്നിരുന്നു. ഇവർ പറഞ്ഞു പാട്ട് തുടങ്ങി പറഞ്ഞു. കുറച്ച് ചെറുപ്പം അന്യഭാഷയിൽ ആരായിരിക്കും തുടങ്ങി. ഞാൻ കൈ വീട്ടിയിരിക്കാൻ തുടങ്ങി. കുറച്ച് ചെറുപ്പം എഴുതിയിട്ട് പോയില്ലോ. പക്ഷെ പുറത്തോട്ട് പോകാൻ സംഭവിക്കുന്നില്ല. ആരോഗ്യം പിടിച്ചിരിക്കുന്നു. അതിന് പാസ്റ്ററുടെ പ്രസംഗം സങ്കീർത്തനം എന്നൊരു വാക്കുണ്ടായിരുന്നു. ഇനിയും ചിന്തിക്കുന്നു, എൻ്റെ 12 വയസ്സ് തൊട്ട് എൻ്റെ ഭാര്യ പോലും അറിയാത്ത ചില കാര്യങ്ങളാണ് പാസ്റ്ററുമായി സംസാരിച്ചത്. പാസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അന്ന് കൃപാവരമുള്ള സൂക്ഷിയിൽ ശക്തമായി പ്രകടപ്പെടുന്ന സനാബ പാസ്റ്റർ ഇന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു ദൈവിക പദ്ധതിയാണെന്ന് ചിന്തിച്ച് സാക്ഷി സമയം കൊടുത്തപ്പോൾ ഓർസനെ തോണ്ടി എന്നെത്തി ഉണ്ടായിരുന്നു. കാരണം എന്നോട് ഞാൻ ഇതിൻ്റെ കാവിലെന്ന് ചോദിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് ഒരിക്കലും പിന്നെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലോ. പക്ഷേ പ്രിയമുള്ളവരെ ഓർസൻ എഴുന്നേറ്റ് കുറച്ച് ഞാനും എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് കർത്താവ് രക്ഷകനെ സ്വീകരിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ രക്ഷയ്ക്ക് പോയി പണ്ടത്തരായി പോയതാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞത് ആ രാത്രി എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥനയുണ്ട്. എന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു, എന്നെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ ഒരു സഭ ഈ സമയത്തൊന്നും മേടിച്ച് വരുന്നില്ല. കാരണം ആത്മഹത്യയാണ്. ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ യോഗത്തിൽ വരുന്നൊരു താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിൽ മാറ്റം അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമാകുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ച ഞായറാഴ്ച ഇല്ല. ഇത് വീട്ടുകാരുടെ പുറത്തു. അങ്ങനെ 1990 സെപ്റ്റംബർ മാസം 15-ാം തീയതി 14-ാം തീയതി രാത്രി യേശുരക്ഷയെ സ്വീകരിച്ചു. ഡിസംബർ മാസം 2-ാം തീയതി കർത്താവ് ജനസാക്ഷിയെ കൊടിയാക്കി. നവംബർ മാസം 23-ാം തീയതി പരിശുദ്ധ ആഘോഷം പ്രാപിച്ചു. അങ്ങനെ ജോലി കിട്ടുന്ന സമയത്തൊക്കെ സുവിശേഷകരൊക്കെ ചെയ്തു നടക്കുന്ന ദൈവിക വിളിയായിരിക്കുണ്ടായി. ഞാൻ പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു 100-300 രൂപ ആ കാലഘട്ടത്തിൽ എനിക്ക് ലാഭം കിട്ടുന്നൊരു ജോലിൻ്റെ സൗകര്യം ആ ജോലിക്ക് പോയി. അപ്പോൾ താമസിക്കാൻ വീടില്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ബോർഡ് താമസിച്ചോളാം. പാസ്റ്റർ വാടക താമസിക്കും, വാടക കൊടുക്കാൻ വിശ്വാസമൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ബോർഡ് താമസിക്കാൻ ഞാൻ പറഞ്ഞു. ഞായറാഴ്ച എനിക്ക് ലേശം കിട്ടുന്നുള്ളൂ, പക്ഷേ വാടക കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോൾ കർത്താവിൻ്റെ ദർശനം തരിക. ആ ദർശനം അറിയാമോ, അനേക നെൽകൃഷികൾ ഉള്ള വയലിൽ ഞാൻ നിന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വീടല്ല വേണ്ടത് കർത്താവ്, എനിക്ക് വയലല്ല വേണ്ടത്, എനിക്ക് വീടല്ലാത്തത്. അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കൊരു വീടാണ് വേണ്ടത്, സ്ഥലം വേണ്ടത്. ഈ വയലിക്കെന്തിനാ? കുറച്ച് കഴിഞ്ഞ് കിടന്നു നോക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണാൻ എൻ്റെ ഒരു കട്ടലയും എടുക്കുക. അപ്പുറത്ത് 2 ഉപദേശങ്ങൾ 91 സങ്കീർത്തനം വായിക്കുക, 90 സങ്കീർത്തനം വായിക്കുക. എനിക്ക് മനസ്സിലായി ഇത് കർത്താവിൻ്റെ കാര്യത്തോട് കൂടിയാണ്. ഇനി ഞാൻ പോയ പെട്ടെന്ന് എൻ്റെ വന്ന് അന്ന് 21 ഉപവാസ പ്രാർത്ഥന കച്ചേരി കൊണ്ട് നടക്കുക. രണ്ടോട് പെട്ടിക്കെട്ടിക്ക് പോകാൻ പറഞ്ഞു. 21 ഉപവാസ പ്രാർത്ഥന എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയാം? എന്നെ കർത്താവ് വിളിച്ചെന്നുള്ള ഉത്തമ ബോധ്യം ഏതെങ്കിലും കർത്തവാസന്മാർ എന്നോട് അറിയിച്ചില്ല. 18 ദിവസം വന്ന വാസന്മാരെന്ന് എൻ്റെ തലയിൽ വെച്ച് പറഞ്ഞ് എന്നെ വേലയ്ക്ക് വെച്ച് പോയി. അതിനിടയ്ക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. പിടിച്ചു നിൽക്കാൻ കർത്താവ് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ കഴിഞ്ഞ് 19-ാം ദിവസം ഒരു കർത്തവാസം വന്നിട്ട് മോനെ നിനക്ക് തന്ന ദർശനം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാതെ അത് മറികടന്ന് പോകരുത്, അപകടം മുന്നിലുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി സുവിശേഷം ഒരിക്കൽ കൂടിയായിരുന്നു. സ്തോത്രം. അങ്ങനെ 93-94 ദൈവനെ പഠിക്കുവാനായിട്ട് നോർത്ത് കേരള ബൈബിൾ കോളേജിൽ കർത്താവ് സഹായിച്ചു. ആ ചരിത്രം പറയുമ്പോഴും തീരത്തില്ല. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കോളേജ് പറഞ്ഞു കഴിയുമ്പോൾ ടി ജി പച്ച എന്നായിരുന്നു സഭ പാസ്റ്റർ എന്നോട് പറഞ്ഞു, കൊച്ചുണ്ണി ഞാൻ നിന്നെ ബൈബിൾ കോളേജിൽ പറഞ്ഞയച്ചത്
ഒളിവിൽ പോയ ചരിത്രം വേഗം സൂട്ടുന്നില്ലായിരുന്നു. 501 അട്ടോറിറ്റി എടുത്തിട്ടാണ് ഞാൻ ബൈക്കോളേജിൽ പോയത്. സ്തോത്രം. അവിടെ വെച്ച് പഠിക്കാനൊരു സമയം കിട്ടിയില്ല. കാരണം അവിടെ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ജോലി ചെയ്ത ഭാര്യക്കൂടെ ആരും ചോറ് കൊടുക്കാനില്ല. എനിക്ക് വണ്ടിക്കൂലി വേണം. അപ്പോൾ നോർക്കൽ ഒരു അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു ജോലി ചെയ്തെങ്കിൽ ചെറിയൊരു ശമ്പളം തരാം, 300 രൂപ മാസം കിട്ടും. ആ 300 രൂപ എനിക്ക് കേടുകൂടാതെ എൻ്റെ വണ്ടിക്കൂലി കഴിച്ച് കൂടെ കൊടുത്തു കൊടുക്കും. ഭാര്യ വെള്ളിയാഴ്ച ഒരു ഉപവാസവും വെള്ളി ചെയ്ത് ഭക്ഷണം കഴിക്കും. ഉപവാസമായിട്ടില്ല, ആരുമില്ല, കൊടുക്കാനില്ല. ഞാൻ അവിടെ കഴിക്കുമ്പോൾ മനസ്സിരിക്കും. 2 കൊല്ലം പഠനം പൂർത്തീകരിച്ചു. 1 മാസം കത്താൻ നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് 2 കാരണം പറഞ്ഞു നിർത്താം. 12 വർഷമായിട്ട് കല്യാണം കഴിക്കും. കൊച്ചുങ്ങളില്ല, മക്കളില്ല. മറികഥ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു മക്കളുണ്ടാകില്ല. ഒരു ശരീരഘടന 2 പേരുടെയും ബ്ലഡിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. അതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. ഞാനൊരിക്കൽ എടപ്പാൾ സർവീസ് സൂക്ഷിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചൊരു സാക്ഷ്യം പറഞ്ഞു. അബ്രഹാമിൻ്റെ വയസ്സ് വരിക്കും എനിക്ക് തലമുറ തന്നില്ലെങ്കിൽ ഞാൻ പരാതിപ്പെടുകയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് എന്നോട് ചെയ്തതെന്ന് ചോദിക്കും. അന്നെൻ്റെ അറിവിലാണ് പറഞ്ഞതാണ്. പക്ഷേ 1996 ഒക്ടോബർ മാസം 3-ാം തീയതി 12 വർഷത്തിന് ശേഷം ഒരു ആൺ പൈതലിനെ എൻ്റെ കർത്താവ് കറിഞ്ഞു. എത്ര വിശ്വസ്തനാണെന്നറിയാം. ഞാനിത് എൻ്റെ പൂജ്യം മാത്രം ജോലിക്കാൻ അവനെ വിട്ടത്. ഇന്ന് കർത്താവിൻ്റെ വൈദ്യം എല്ലാം പറഞ്ഞ പ്രദേശത്ത് ആ ശുശ്രൂഷയിലായിരുന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്. സാക്ഷികൾ പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. എനിക്കൊരു കേരിക്കട കടയിലായിരുന്നു. ഇന്ന് ഞാനൊരു 13 സെൻറ്റിൻ്റെ ഗവൺമെൻറ് ഉടമയും ഒരു വീടിൻ്റെ അവകാശം കൂടിയാണ്. അതെന്താ കാരണം അറിയാമോ? അവിടുത്തെ അച്ഛൻ ഫ്രീ തന്ന സ്ഥലം 13 സെൻറ്റ് സ്ഥലം. ഞാൻ പറഞ്ഞത് പക്ഷേ ആകെ ഒരു മകനെയും പാസ്റ്റർ പ്രായമായി പാസ്റ്റർ സ്പോട്ട് കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ കയറി കിടക്കുന്ന ഇടമാണ്. മകനെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളൊക്കെ ദൈവത്തിൽ വന്നു പാസ്റ്റർ 11 സ്ഥലം ഞാൻ ഫ്രീ തരിക. അതിൽ നിങ്ങൾക്ക് കയറി കിടക്കാൻ പറ്റുന്ന ഒരു പക്ഷം കർത്താവിനോട് എന്തെങ്കിലും ചെയ്താൽ കർത്താവ് ആർക്കും കടക്കാറില്ല കേട്ടോ. എന്നോട് ചോദിച്ചു, മകൻ എന്തിനാ സുവിശേഷത്തിലേക്ക് വിട്ടേ? ഞാൻ തപ്പിച്ചു വിട്ടല്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പപ്പ ഞാൻ കർത്താവ് വേദപ്പെട്ടി ഇറങ്ങി. മോനെ ഒരു +2 എത്ര അതിന് ശേഷം പോകാൻ പറഞ്ഞു. കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ മകൻ വെച്ച് പ്രശംസ പറയുകയില്ല. മാതൃകയോടെ കർത്താവ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച് കൊടുക്കുന്ന സ്പോട്ടാണ്. അവിടെ നിന്ന് 3 കൊല്ലം കഴിഞ്ഞില്ല എനിക്കൊരു കുഞ്ഞിനെ കൂടെ ദൈവം. അവളുടെ കുടുംബമായി എത്തായിരുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ ഈ 2 പേർക്കും 2 മക്കളെയും കർത്താവ്. സാധ്യതയില്ലെന്ന് വൈദ്യശാസ്ത്ര വിധിയുടെ സ്ഥാനത്ത് സാധ്യതകളാക്കി തീർക്കുന്ന ദൈവമാണ് എൻ്റെ കർത്താവ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊന്നും നടക്കത്തില്ലെന്ന്, ഇനിയൊന്നും സംഭവിക്കത്തില്ലെന്ന് ഏതെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ദൈവം വാക്ക് മാറാത്തവനാണ്, വിശ്വസ്തനാണ്. മനുഷ്യരുടെ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യമാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഞാനൊരു ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദ്യപാനം ഇങ്ങനെയില്ലായിരുന്നു. എൻ്റെ ശരീരമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായി. പക്ഷേ ഒരു ദിവസം ഈ മരത്തിനോട് വെച്ച് ഈ ഹാർട്ടിൻ്റെ പ്രയാസമുണ്ടായ പ്രതിവാസം കൈകൊടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് വിട്ടുമാറിയാലോ പിന്നെ ഉണ്ടായിട്ടില്ല. കർത്താവ് രോഗികൾക്ക് നല്ല വൈദ്യനാണ്. പ്രൈസ്തലോ. ഇന്നൊരു ചെറിയ സഭയിൽ സൂക്ഷിക്കുന്നു. ഞാൻ പറയട്ടെ, ഇവിടെ ക്ലാസ് എടുത്ത് ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ സഭാകൂടിലല്ല നമ്മുടെ പ്രവർത്തന മികവ് മറ്റുള്ളവരേക്ക് അറിയിച്ചെന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊന്നും പ്രശംസിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല കേട്ടോ. ഒത്തിരി ഞാൻ എൻ്റെ രഹസ്യമായ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 22 പ്രായമുള്ളവരെ കുട്ടി സൂക്ഷിക്കുന്ന കാലത്ത് ഇന്ന് 2 പേരെ നോക്കണ്ടായിരുന്നു. നാളേക്കാക്കി ചെല്ലുന്നത് പോകുന്നേ. കാരണം ചെല്ലുന്നത് കാര്യം അറിയോ? എൻ്റെ സാക്ഷ്യം പറയാൻ എനിക്ക് അനുവാദമുണ്ട്. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ അനുവാദമുണ്ട്. അവരെ സഹായിക്കുക, അവരെ സഹായിക്കുക. മുടിയോട്ടുണ്ടെങ്കിൽ മുടിയൊടിച്ചോളൂ, സാധനം വിളിച്ചോളൂ, സാധനം വിളിച്ചോളൂ. ഇതിപ്പോൾ പറഞ്ഞില്ല. ഈ അടുത്ത വെള്ളിയാഴ്ച ഒരു ആത്മഹത്യ ചെയ്ത് വീട്ടിലേക്ക് ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിച്ചിരിക്കുക. ഞാൻ ആ കിറ്റ് കൊണ്ടുവരാൻ പോകുന്നതിന് പറയുന്നതെന്ന് അറിയാം. എനിക്ക് അവിടെ സുവിശേഷം പറയാൻ പറ്റും. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തുന്ന മേഖലയായിട്ട് മാറട്ടെ. നിങ്ങൾ ഏത് മേഖലയിൽ പോകുമ്പോഴും എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത, എന്നെ ഇന്നുവരെയും നടത്തിയ ആ ദൈവത്തിൽ സാക്ഷ്യം വഹിക്കട്ടെ. വളരെ സന്തോഷം ഇരിക്കുന്നു. ഇനിയുള്ള സാക്ഷികൾ പിന്നീട് സമയത്ത് പറയാം. നിങ്ങളായിരിക്കുന്ന കുന്നോളം സ്ഥലത്ത് തന്നെയാണ്. അതിനുശേഷം കർത്താൻ്റെ പരസ്യം കാണിക്കുന്ന സ്ഥലത്ത് തലവേലിയിലായിരിക്കുന്നു. പ്രാർത്ഥിക പരസ്യങ്ങളും ട്രാക്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് നേരത്തെ രമിച്ചെന്നെ വിളിച്ചു. സെമിത്തേരിയുടെ ഭാഷ വിളിച്ച് ഒരു ചാവി അവിടെ വെച്ചിട്ടില്ല, ടൈമിൻ്റെ കൊടുക്കാം. ഇപ്പോൾ വേറെ വിളിച്ചത് ഒറ്റപ്പാലത്തുള്ള അണിയാമ്പുറത്തുള്ള ഒരു അമ്മച്ചി. പക്ഷേ 68 വയസ്സായി. ഞാൻ കുറച്ച് ലേഖനം കൊടുക്കുന്നു കഴിഞ്ഞു. പാസ്റ്റേ ഈ കുറച്ച് ലേഖനം കൊടുക്കാത്തതിട്ടാണ് വിളിച്ചത്. സ്തോത്രം.
ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലെ. കാരണം അത് ഒറ്റയ്ക്ക് പോവുക. ഹൈന്ദവ വിശ്വാസത്തിൽ വന്നൊരു മന്ത്രവാദിയായിരുന്നു അമ്മച്ചി. ഒരു സോപ്പ് പ്രകാരം സൂചിയുടെ പറഞ്ഞു അദ്ദേഹം പിന്മാറ്റി പോയി. അമ്മച്ചി വിശ്വസ്തരാണ്. ദൈവമക്കളെ കർത്തവ്യത്തിൽ നല്ലതാണ്. എത്ര വിശ്വസ്തത. ഇനിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങൾ കുടുംബത്തെ ഓർത്ത് ഉള്ള സമയം വിശ്വസ്തൻ നല്ല ദാസനെ എന്നുള്ള ഒരു പിടികേട്ട്. ഇവിടെ ഒരു പ്രശംസയുമില്ല. ഇവിടെ ഒന്നും ആരും ഇവിടെ പ്രസവിച്ചിട്ടില്ല. ഞാൻ പല സഭകളിലിരുന്നപ്പോൾ അവരൊക്കെ പലതും പറഞ്ഞു ഇവിടുന്നൊന്നും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പിടിയായിരുന്നു. എന്തെന്നറിയോ? നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ സ്തോത്രം. അവിടെ കേൾക്കുക നമ്മളെല്ലാവരും ഇരിക്കട്ടെ. ഇങ്ങനെ സമയം എനിക്ക് അനുവദിച്ചു തന്ന ദാസനോട് മാത്രമല്ല എനിക്ക് സഹായം ട്രാക്ട് എനിക്ക് ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് കൊണ്ടുപോകുന്ന ട്രാക്ട് കൊടുക്കുമ്പോൾ പറയാം ഒരു ചണ്ടെടുത്ത് കൊട്ടിക്കണമെന്ന് പറഞ്ഞു. കളിയൊക്കെ പറഞ്ഞു കൂടെ നമ്മൾ എത്ര അങ്ങോട്ട് കളിയാക്കും എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ ഇതൊക്കെ തിരിച്ച് കിട്ടണ്ടേ? സ്വതന്ത്രം പറഞ്ഞ ആൾക്കാരാണ്. അപ്പം നമുക്ക് തിരിച്ചു കൊടുത്ത് കിട്ടണ്ടേ? കർത്താവിന് വേറെ ചെയ്യുന്നത് ഉള്ള സമയം എൻ്റെ വണ്ടിയിൽ എപ്പോഴും ലഘുലയും ഉണ്ടാവും. കിട്ടിയ സമയത്ത് കാലത്ത് നേരെ എഴുന്നേറ്റ് ഇവരൊക്കെ സൂക്ഷിക്കാൻ പോകുമ്പോൾ ഈ ബംഗാളി ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് പറയുമ്പോൾ ഹിന്ദിക്കാരിലെ കൂടുതൽ ബംഗാളികളാണ് കൂടുതലുള്ളത്. ഞാൻ അവർക്ക് കൊടുക്കും. എൻ്റെ ചർച്ചയിൽ അവർ വരാൻ പറയില്ല. കാരണം എനിക്ക് മലയാളം അറിയും. പിന്നെ അവരെ വിളിച്ചു കൊടുത്തിട്ട് ഞാൻ മലയാളം പറഞ്ഞിട്ട് അവരോട് തന്നെ നിരാശപ്പെടുത്തുന്നത് വേറെ പോയിട്ട് ചോദ്യം അങ്ങനെയൊക്കെ കർത്താവിന് വരെ ചെയ്യുന്നു. ലഭിക്ക സന്ദർഭം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തുടർന്നുള്ള ആയുസ് വായു തരുന്നതാണെങ്കിൽ കർത്താവ് വൈകിൽ അധ്വാനിച്ച് നിത്യത്തിൽ ചെയ്യുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിനോട് പ്രാർത്ഥിക്കുക. സമയം അനുവദിച്ചു തന്ന അത്വാസിനെ പ്രത്യേകം നന്ദിയിരിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.